കൃത്യമായൊരു തിരക്കഥ കേരളത്തിന്റെ ഗവർണർ വഴി വിസിമാർ യൂണിവേഴ്സിറ്റികളിൽ നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നതെന്നുള്ളതാണ് ASFന്റെ ഒരു വിലയിരുത്തൽ. ഏത് കാലത്താണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് വിദ്യാർത്ഥികൾ സമരം നടത്താത്തത്? അവരുടെ അവകാശങ്ങൾ സമരത്തിലൂടെ നേടിയെടുത്ത ഒരു വിദ്യാർത്ഥി സമൂഹമല്ലേ കേരളത്തിലുള്ളത്? ആ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത തരത്തിൽ ഒരു സർവകലാശാലയുടെ അധികാരിയായ ആൾ സംഘപരിവാറിന്റെ ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് അവിടെ സംഘപരിവാറിന്റെ ശാഖയിലെ മുഖ്യ ശിക്ഷകായി ഇടപെടുമ്പോൾ ആ സമരം ഇനിയും സജീവമാവും. ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വൽക്കരണവും വിദ്യാർത്ഥികളുടെ ഇടയിൽ നടത്താറില്ല. നിങ്ങൾ ഞങ്ങളുടെ ആശയം അംഗീകരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കുടിയുടെ കീഴിലേക്ക് എത്താമെന്ന നിലപാടാണ് എല്ലാ കാലത്തും. യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം താറുമാറായി തന്നെ കിടക്കുകയാണ്. അവിടെ വിദ്യാർത്ഥികൾ എന്നൊരു ചിന്തയില്ലാതെ, വിദ്യാർത്ഥികളുടെ ഭാവി അങ്ങനെയുള്ള ഒരു ചിന്തയും ഇല്ലാതെ യൂണിവേഴ്സിറ്റിയിൽ തങ്ങളുടെ ഈഗോ നടപ്പിലാക്കുന്ന തരത്തിലേക്കാണ് വിസിയും ഗവർണറും മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അനന്തരഫലമായിട്ട് ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം താളം തെറ്റിയതിൻ്റെ ഭാഗമായിട്ടാണല്ലോ 2500ഓളം ബിരുദ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പുവെക്കാൻ സാധിക്കും. അതായത് നിലവിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും കേരളത്തിലെ ഗവൺമെൻറ്റും അംഗീകരിക്കുന്ന രജിസ്ട്രാർ, അദ്ദേഹം ഒപ്പിടുന്ന ഒരു ഫയലും താൻ ഒപ്പിടില്ല എന്ന കർക്കശവാസി ആർക്കാണുള്ളത് നമുക്കറിയാം. ആരാണ് കേരള യൂണിവേഴ്സിറ്റിയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന് ഒരു തർക്കവുമില്ല. ഇവിടുത്തെ വിദ്യാർത്ഥികൾ കൃത്യമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്താൽ അവരുടെ മനസ്സിലേക്ക് കയറിപ്പറ്റുവാൻ കഴിയാത്തത് സംഘപരിവാറിനാണ്. ആ അജണ്ടയാണ് അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്.